ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറുവാണ്. ഇന്ന് പാച്ചുനെയും കൂട്ടിയിട്ട് ഞാൻ പേരാമ്പ്രയ്ക്ക് പോവുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പോകുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ മുടി മുറിക്കണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും മുടി ഒന്ന് മുറിക്കണം. എൻ്റെ മുടിയാണെങ്കിൽ തെമ്പൊക്കെ സ്പ്ലിറ്റൻസ് വന്നിട്ട് നല്ല പോലെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. പാച്ചുവിന് പിന്നെ എന്താ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തതിൻ്റെ എഫക്റ്റൊക്കെ പോയി ഒന്ന് സ്റ്റൈൽ ചെയ്യണമെന്നും പറഞ്ഞിട്ടാണ് ഈ പോകുന്നത്. പാച്ചു ഈ നെറ്റിയിൽ കണ്ടില്ലേ വലിയ കുരു ഉണ്ടായതിൻ്റെ കുറച്ചൊരു വിഷമത്തിലാണ്. നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് അവൾക്ക് ഇങ്ങനത്തെ കുരു ഉണ്ടാവുന്നതെന്നും പറഞ്ഞിട്ട് വളരെയധികം വിഷമിച്ചാണ് നിൽക്കുന്നത്. പിന്നെ ബസ് കയറി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാച്ചു ഇട്ടിരിക്കുന്നത് അച്ഛൻ്റെ ഷർട്ടാണ് കേട്ടോ. പേരാമ്പ്രത്തിപ്പോൾ അവൾ ആദ്യം പറഞ്ഞത് സ്റ്റാൻഡിൻ്റെ മേലെയുള്ള ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ത്രെഡ് ചെയ്യണം എന്നായിരുന്നു. അങ്ങനെ അവൾ ആദ്യം കല്യാണിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അവളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മളടുത്ത് അത്രയും സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങി നേരെ അപ്പുറത്തുള്ള ബ്യൂട്ടി പാർലറിലേക്ക് പോയി. ആക്ച്വലി ഞാൻ സ്ഥിരമായിട്ട് ത്രെഡ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, റോസ് എന്ന് പറഞ്ഞ ബ്യൂട്ടി പാർലറിൽ. എനിക്ക് അവിടുത്തെ ചേച്ചി ത്രെഡ് ചെയ്താലേ ശരിയാവാറുള്ളൂ. അങ്ങനെ പാച്ചു അവിടുന്ന് ത്രെഡ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ത്രെഡിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് സംതൃപ്തിയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഒരു പൊടിക്ക് കുറച്ചുകൂടി ശരിയാക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് ആ ചേച്ചീൻ്റെ അടുത്ത് പോയി പിന്നെയും കുറച്ചുകൂടി ശരിയാക്കിയതിന് ശേഷമാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പാച്ചുവിനെ ഒരു പോലീസുകാരൻ വിളിച്ചു. പോലീസുകാരൻ്റെ എന്തോ ഗൂഗിൾ പേ എന്തോ ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ശരിയാക്കി കൊടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പേരാമ്പ്ര സ്റ്റാൻഡിന് അടുത്തുള്ള ലാബോ ബ്യൂട്ടി സ്റ്റുഡിയോയിലേക്കാണ്. അവിടെ നിന്നാണ് നമുക്ക് മുടി മുറിക്കേണ്ടത്. സ്ഥിരമായിട്ട് ഞാൻ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ എൻ്റെ എല്ലാ തരം ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ലാബോയിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ചധികം ക്രൗഡഡ് ആയതുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മുടി മുറിക്കാൻ പറ്റിയത്. നല്ല പോലെ ഷാമ്പൂവും കണ്ടീഷണർ ഉപയോഗിച്ച് നല്ല പോലെ മസാജ് ചെയ്തതിന് ശേഷമാണ് ഇവർ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തുന്നത്. ഈ ഒരു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗുഷി എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. ഇവരാണ് എനിക്ക് മുടി വെട്ടി തന്നിട്ടുണ്ടായിരുന്നത്. നല്ല വൃത്തിക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. മുടിയൊക്കെ മുറിച്ച് നല്ലപോലെ ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്ത് തന്ന്. ഇപ്പോൾ നോക്കിക്കോ, എൻ്റെ ചുരുണ്ട് കിടക്കുന്ന മുടി അവർ സ്ട്രെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നെ കണ്ടാലിപ്പോൾ പകുതി മുടി ചുരുണ്ടിട്ടും പകുതി മുടി സ്ട്രെയിറ്റ് ആയിട്ടുമാണുള്ളത്. ഏതാ നല്ലത് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ. കണ്ടോ, ഇപ്പോൾ മുടിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. ഇനി പാച്ചുവിൻ്റെ ഒഴിവാണ്. പാച്ചുവിൻ്റെ മുടിയും ഈ പറഞ്ഞ പോലെ തന്നെ ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ട് നല്ല പോലെ മസാജ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെ നിൽക്കും. ഹർഭജൻ സിംഗിനെ പോലെയില്ലേ പാച്ചുവിനെ ഇപ്പോൾ കാണാൻ. പാച്ചുവിന് സ്വയം ചിരി വരുന്നുണ്ടായിരുന്നത് കണ്ടിട്ട്. ഈ ചേട്ടനാണ് പാച്ചുവിൻ്റെ മുടി മുറിച്ച് കൊടുക്കുന്നത്. അവൾ അതിൻ്റെ ഡിസൈനും അതായത് മോഡലൊക്കെ കാണിച്ചു കൊടുത്ത് സെറ്റാക്കി. അതിന് ചേട്ടൻ മുടി മുറിച്ചാൽ മാത്രം മതി. പാച്ചുവിനിത് വെട്ടിത്തീരുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അവർക്കിത് ശരിയാവുമോ എന്നുള്ള ടെൻഷനായിരുന്നു. സാധാരണ ഇവളെ മുടി വെട്ടിക്കൊടുക്കുന്ന ചേട്ടനല്ല ഇത്. സാധാരണ മുടി വെട്ടുന്ന ഒരു ബംഗാളി ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ ഇന്നില്ലാത്തതിൻ്റെ സകലമാന വിഷമവും പാച്ചുവിനുണ്ട്. പക്ഷേ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ പാച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവൾ വിചാരിച്ച പോലെ തന്നെ മുടി സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ പാച്ചുവിൻ്റെ മുടി ഇപ്പോൾ കാണാൻ. ആ ചേട്ടനും ഇങ്ങനെ സ്റ്റൈൽ ചെയ്തിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. അവസാനം പാച്ചു ഹാപ്പി. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് സെൽഫി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത്. നേരെ പോയി ഞങ്ങൾ ശ്രീലക്ഷ്മി ബേക്കറിയിലേക്ക്. ഞങ്ങൾ എന്നിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസും ഒരു എഗ് നൂഡിൽസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൈനാപ്പിൾ ജ്യൂസ് കണ്ടപാടെ പാച്ചു ഷുഗർ കട്ടാണെന്നും പറഞ്ഞിട്ട് ജ്യൂസിനെ മൈൻഡ് പോലും ചെയ്തില്ല. നമുക്ക് പിന്നെ ഷുഗർ കട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടും തടി വളരെയധികം കുറവായതുകൊണ്ടും ആ ഒരു വിഷയമല്ല. പാച്ചു പതിപോലെ ശ്രീലക്ഷ്മി എന്ന് ഇറങ്ങിയിട്ട് ഗോൾ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. നേരെ പോയതൊരു ഫാൻസി ഷോപ്പിലേക്കാണ്. നമ്മൾ ആകെ 2-3 ഐറ്റംസിനാണ് പോയതെങ്കിലും അവിടെയുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗേൾസിനൊക്കെ വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും അവൈലബിൾ ആയിട്ടുള്ളൊരു ഷോപ്പാണിത്. പേരാമ്പ്ര സ്റ്റാൻഡിനടുത്തുള്ള ഗുഡ്വില്ലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ എടയമഠത്തിലേക്കാണ് പോയത്. കിച്ചുവിനെ കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അവൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് പരിപ്പ് വടയും ബോണ്ടയും കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം രമ്യേച്ചിൻ്റെ അടുത്ത് പോയി. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ തന്നെ എന്തിനാ കൊടാന്ന് ഞാൻ അവളോട് ചോദിച്ചാണ് ഞാൻ ഓടിക്കയറിയതാണ്. അങ്ങനെ രമ്യേച്ചിയും തേജുവും നമുക്കായിട്ട് ചക്ക പുഡിങ്ങും മുറുക്കും കട്ടൻ ചായയും തന്നു. പിന്നെ മൂത്തച്ഛനും മൂത്തമ്മയും രമ്യേച്ചിയും തേജുവും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് കുറച്ച് കത്തിയൊക്കെയായി ഒരു സിനിമയും കണ്ട്. ഈ സിനിമ ഏതാണെന്ന് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. ഇറങ്ങാൻ സമ്മതിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തുമ്പോഴത്തേക്കും അമ്പലത്തിലെ പാട്ടൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 6-6:30 മണിയായി കാണും ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ. എത്തിയ പാടെ പാച്ചു നേരെ പോയത് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച രസം കുടിക്കാനാണ്. രസം കുടിച്ച് സംതൃപ്തി അടഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ പരിപാടിക്കും പാച്ചു ഇറങ്ങിത്തിരിച്ചത്.
പാച്ചൊരു ഭയങ്കര രസം ലവറാണ് കേട്ടോ. ഇത് പാച്ചുവിൻ്റെ ഫേവറേറ്റ് രസമാണ്. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത ടാസ്ക് കിട്ടി. ഞങ്ങൾ ഇനി മുരിങ്ങയില നന്നാക്കാൻ പോവാണ്. ഇതാണ് എനിക്ക് നാളെ ഉപ്പേരിക്ക് കൊണ്ടുപോകേണ്ടത്. ഡിന്നറിന് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. പത്രമുള്ളൂ. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ബൈ.